നമുക്കൊരു ആൾട്രേഷൻ്റെ വീഡിയോ വയ്ക്കാമല്ലോ. ഇത് ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇപ്പം ഇതിപ്പോൾ 4 മോസ്ഫെറ്റിൻ്റെ 4 ട്രാൻസിസ്റ്ററിൻ്റെ ശക്തിൻ്റെ മോണോ ബോർഡാണ്. അപ്പോൾ ഇത് 100 ആമ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പക്ക RMS 100 കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 4 ട്രാൻസിസ്റ്ററിൻ്റെ 2 ബോർഡ് കയറ്റാം. അപ്പോൾ എന്തായാലും പക്ക 100 മേലെ കിട്ടും എന്തായാലും RMS. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ ഈ ബോർഡില്ലേ, ഈ ബോർഡ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനത്തെ 2 ബോർഡ് വാങ്ങിയിട്ടായിരിക്കും ഇങ്ങനെ ആമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇടാറ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് എക്സ്ട്രാ ഒരു ചിലവാണ്. ഈ ബോർഡിന് ഓൾമോസ്റ്റ് പലയിടത്തും ഇതിന് പല റേറ്റ് 650, 550, 450 യൂണിവേഴ്സലിന് പലരും പല റേറ്റാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ റേറ്റ് എന്തായാലും സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാനൊന്നുമില്ല, അതിൻ്റെ ആൾട്രേഷൻ ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. ഈ ഇതിൻ്റെ ലൈൻ ഇന്നില്ലേ, ലെഫ്റ്റ് റൈറ്റ്, അതായത് ഇതൊരു 2.1 ആണല്ലോ. അപ്പോൾ ഇത് ഓൾറെഡി സബ് വാട്ട്സ് കൂടുതൽ നമുക്ക് കിട്ടും ഇതിന്. അപ്പോൾ ഇത് സ്റ്റീരിയോ ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ചാനൽ ലൈറ്റ് തന്നെ കൂട്ടിക്കോ, ഈ ബ്ലാക്ക്. അപ്പോൾ ഈ യെല്ലോ ഇല്ലേ, ഈ 2 മഞ്ഞ എന്ത് ചെയ്യുന്നറിയോ, 10E 2 വാട്ട് റെസിസ്റ്റൻസ് ഇല്ലേ, 10E കേട്ടോ, 10E 2 വാട്ട് റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഈ 2 ഇന്നും കൂടി ഷോർട്ട് ചെയ്യാം. ഡയറക്റ്റ് ഒരിക്കലും ഷോർട്ട് ചെയ്യരുത്. ഡയറക്റ്റ് ഷോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഗുലേറ്ററൈസ് ചൂടാവുക, സൗണ്ട് സൗണ്ട് ഫുള്ള് തുറക്കാൻ പറ്റില്ല, ഡ്രോപ്പായി പോവുക, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ ഡയറക്റ്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇത് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഇതാക്കാനല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് സക്സസ് ആണ്, ഇങ്ങനെ ഒരുപാട് കാരണം ഞാൻ അതേമാതിരി ചെയ്തതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്റ്റ് ഇതൊരിക്കലും ഷോർട്ടാക്കരുത്. 10E 2 വാട്ട് റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഇതിവിടെ ഷോർട്ട് ചെയ്യുക. ഔട്ട് അതേമാതിരി ഡയറക്റ്റ് ഷോർട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ റെസിസ്റ്റൻസ് തന്നെ ഇട്ടിട്ട് ഷോർട്ട് ചെയ്യുന്നത് ഒന്നും കൂടി ബെറ്ററാണ്. കാരണം അതിൻ്റെ ഔട്ട് അങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല. ഔട്ട് ഓൾറെഡി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്പീക്കറിൽ പോകുമ്പോൾ തന്നെ ഓൾറെഡി 2 കൂടി ഷോർട്ട് ആവും. അപ്പോൾ റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്ററാണ്. പിന്നെ പ്രത്യേകം വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബോർഡ് ഗ്രൗണ്ടുമായിട്ട് ലിങ്കിങ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആവില്ല കേട്ടോ. കാരണം പലരും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് വേറെ കണക്ഷൻ വലിച്ചിട്ടൊക്കെ കൊടുക്കാറ്. അപ്പോൾ എന്താവുമെന്ന് അറിയോ, സ്പീക്കർ പ്രൊട്ടക്ഷൻ ആവില്ല. കാരണം റിലേ ഓണായി ഓഫ് ആവുമെന്നല്ലാതെ DC വോൾട്ടൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്പീക്കർ പ്രൊട്ടക്ഷൻ ആവില്ല, സ്പീക്കർ അടിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ നമ്മൾ ഗ്രൗണ്ടില്ലേ, ഇൻപുട്ട് ഇവിടെ അതായത് 12 കൊടുക്കുന്ന ഈ ഗ്രൗണ്ട് നേരെ വലിച്ചിട്ട് ബോർഡിലേക്ക് ഒരു ഗ്രൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഔട്ടാ. അതല്ലാതെ ഒരിക്കലും റിലേ സ്വിച്ചിങ് മാത്രമേ നടക്കുള്ളൂ, പ്രൊട്ടക്ഷൻ നടക്കില്ല. അപ്പോൾ ഞാൻ യൂസ്ഫുള്ളായ ലൈക്ക് അടിക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.